ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ വന്നിരിക്കുന്ന നമ്മളേവരും, ഇവിടെ വരാൻ സാധിക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ടവരും പരിചയക്കാരും അയൽക്കാരുമായ അനേകായിരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. വലതുകരം ഉയർത്തിപ്പിടിച്ച് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. 680 കോടി ജനങ്ങളും ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കുവാൻ, ദൈവം നൽകുന്ന, യേശുവിലൂടെ നൽകുന്ന സൗജന്യ പാപമോചനം പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവോട് നിറയുവാൻ, നിത്യരക്ഷ പ്രാപിക്കുവാൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയേ, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. രണ്ട് കൈകളും ഉയർത്തി ഹല്ലേലൂയ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മലാക്കി പ്രവാചകന്റെ പുസ്തകം പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമാണ്. POC ബൈബിളിൽ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിൻ്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടി എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും എന്നോട് ചേർന്ന് ആവർത്തിച്ച് പറയുക. മലാക്കി 4:2. മലാക്കി 4:2. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നീതി സൂര്യൻ ഉദിക്കും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വന്നു നിറയും. വന്നു നിറയും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പരിപൂരിതരാകും. നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സ്നാനപ്പെടും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന, എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നീതി സൂര്യൻ ഉദിക്കും. സൂര്യൻ ഉദിച്ചാൽ എന്താണ് പ്രത്യേകത? പ്രകാശം എല്ലായിടത്തും നിറയും, അതോടൊപ്പം അന്ധകാരം നീങ്ങിപ്പോകും. നമ്മുടെ ഹൃദയ മനസ്സുകളിലുള്ള അന്ധകാരം നീക്കിക്കളയുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. അതിനൊരു വ്യവസ്ഥയുണ്ട്. എൻ്റെ നാമത്തെ ഭയപ്പെടുക. ഭയപ്പെടുക, എൻ്റെ നാമത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ദൈവഭയം. യേശുവിൻ്റെ നാമം, പിതാവിൻ്റെ നാമം, ത്രിയേക ദൈവത്തിന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതുകരം ഉയർത്തിപ്പിടിക്കുക. ഈ വചനം ഏറ്റുപറയുക. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവ് അയക്കപ്പെടും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ പരിപൂരിതരാകും. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ നിങ്ങൾക്ക് സംലഭ്യമാകും. എന്റെ നാമത്തെ, ദൈവതിരുനാമത്തെ, യേശുവിന്റെ നാമത്തെ ഭയഭക്തി ബഹുമാനങ്ങളോടെ സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ നിങ്ങളിൽ നിറയുന്നതോടൊപ്പം നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ശാരീരിക രോഗശാന്തികൾ ലഭിക്കും. ആന്തരിക സൗഖ്യം ലഭിക്കും. ദൈവ സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. നിങ്ങൾ ദൈവത്തിന്റെ വാഗ്ദാനമായ ദൈവം തന്നെയായ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. നിങ്ങൾ ദൈവ സ്നേഹം കൊണ്ട് നിറയും. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് ഈ പ്രകാരം ഒരു സങ്കടം പറഞ്ഞു. സങ്കടം ഇതായിരുന്നു: അവരുടെ മകള് വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. മരുമകൻ ആകെ കൂടെ ചെയ്യുന്ന ഒരു ജോലി, കിട്ടുന്ന പണം തോർത്തടിച്ച് മദ്യപിക്കുക, അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന ഭാര്യയെ പിടിച്ചിടിക്കുക. ഇതാണ് മരുമകൻ്റെ ജോലി. പോലീസിൽ അറിവ് കൊടുത്താൽ അവൻ ജയിലിൽ കിടക്കും, അവിടുന്ന് രക്ഷപ്പെടാൻ അവന് പറ്റുകയില്ലെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ ഭാര്യയ്ക്ക് ആഗ്രഹമില്ല, കുഞ്ഞുങ്ങളുടെ അപ്പനല്ലേ. അതുകൊണ്ട് ആ ഇടിയും കൊണ്ട് തെറിയും കേട്ട് വഴക്കും കേട്ട് അങ്ങനെ കഴിയുകയാണ്. ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ 10 ദിവസത്തേക്ക്, സാധാരണ നൊവേന പ്രാർത്ഥന എന്ന് പറയുന്നത് 9 ദിവസമാണ് വിശുദ്ധന്മാരുടെ മധ്യസ്ഥയിൽ. എന്നാൽ പരിശുദ്ധാത്മാവ് നിറയാനുള്ള ആ പ്രാർത്ഥന അപ്പസ്തോലന്മാർ 10 ദിവസമാണ് കാത്തിരുന്നത്. ഈശോ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം ശെഖിയോൻ ഊട്ടിച്ചാലയിൽ അവർ 10 ദിവസം പരിശുദ്ധ അമ്മയോടൊപ്പം 120ഓളം ശിഷ്യന്മാർ പ്രാർത്ഥനയിൽ വസിച്ചു. 10-ാം ദിവസം അല്ലെങ്കിൽ പന്തക്കോസ്താ തിരുനാൾ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പെട്ടെന്ന് അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സ്ഥലത്ത് കൊടുങ്കാറ്റ് വീശുന്നത് പോലൊരു ശബ്ദമുണ്ടായി. അഗ്നി നാവുകൾ പോലെ എന്തോ ഒന്ന് എല്ലാവരുടെയും ശിരസിന് മുകളിൽ വന്നിരുന്നു. അവർ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. 10-ാം ദിവസം ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് സൈലൻ്റായിട്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എല്ലാ ദിവസവും 1 മണിക്കൂർ വീതം നിങ്ങൾ പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതോടൊപ്പം അങ്കമാലിക്കപ്പുറം എറണാകുളത്തിന് പോകുന്ന വഴിക്ക് അങ്കമാലി കഴിഞ്ഞ് കരിയാട് ഒരു മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രം, പോട്ടാ ഡിവൈൻ മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഒരപേക്ഷയും എഴുതി കൊടുത്തേക്കുക. അവരും പ്രാർത്ഥിക്കട്ടെ. ഏതാനും സിസ്റ്റേഴ്സും 1-2 അൽമായ സഹോദരങ്ങളും അവിടെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയുണ്ട്. അവിടെ നിങ്ങൾ ചെന്ന് എഴുതി കൊടുത്തേക്കുക. അവിടെ പൂവും അല്ലെങ്കിൽ എണ്ണയും അതുപോലുള്ള സാധനങ്ങൾ മേടിക്കാൻ ഒരു 100 രൂപ സംഭാവന ഒരു ദിവസത്തെ ആരാധനയ്ക്ക് കൊടുത്തേക്കുക. അങ്ങനെ അവരും 10 ദിവസം പ്രാർത്ഥിക്കും, നിങ്ങളും 10 ദിവസം പ്രാർത്ഥിക്കുക. 10-ാം ദിവസം കഴിഞ്ഞപ്പോൾ ആ അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, മരുമകൻ ഇവിടെ എത്തിക്കഴിഞ്ഞു വിദേശത്തു നിന്ന്. അവൻ്റെ അപ്പൻ അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ അവൻ ധ്യാനത്തിൽ സംബന്ധിക്കാൻ സമ്മതിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 10 ദിവസം അപ്പനും അമ്മയും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഓരോ മണിക്കൂർ പ്രാർത്ഥനയിൽ വസിച്ചപ്പോൾ ഇതാ വിദേശത്ത് കഴിയുന്ന മകൻ വരികയും ധ്യാനത്തിൽ സംബന്ധിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. കൈ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് നമ്മളിപ്പോൾ ആവർത്തിച്ച് ചൊല്ലിയ വചനം? നിങ്ങൾ എന്നെ ആരാധിക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, ആരാധിക്കുക. നീ എന്നെ ആരാധിക്കുക. നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ അനുഗ്രഹം ഞാൻ നൽകും. എന്തായിരുന്നു ഏറ്റവും അത്യാവശ്യമായ അനുഗ്രഹം? തോന്നിയാസിയായി ജീവിക്കുന്ന മരുമകൻ മാനസാന്തരപ്പെടണം. 10 ദിവസത്തെ ആരാധനയുടെ
മുമ്പിൽ ഓരോ മണിക്കൂർ വീതം ഇരുന്നപ്പോൾ അവൻ അത്ഭുതം അവിടെ കിട്ടി, ഇവർക്കും അത്ഭുതം കിട്ടി. അവൻ നാട്ടിലേക്ക് വന്നു. ഈ ആഴ്ചയിൽ അവൻ ധ്യാനം കൂടുന്നു. കൈ രണ്ട് ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ യേശുവേ നന്ദി. യേശുവേ നന്ദി. വേറൊരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, മകള് വിദേശത്താണ് ജോലി, അവൾക്ക് ഇൻ്റർനെറ്റിലൂടെ ഒരാളെ പരിചയപ്പെട്ടു, ഇനി അയാളെയെ കെട്ടുകയുള്ളൂ, കല്യാണം കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആത്മഹത്യ. ഇതാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻ്റർനെറ്റിലൂടെ പരിചയപ്പെട്ട ആ പുരുഷൻ, ആ ബന്ധം എങ്ങനെയുള്ള ബന്ധമാണ്? ആത്മഹത്യ ചെയ്യാൻ ഇവൾക്ക് തോന്നിക്കുന്ന ബന്ധം സാത്താൻ്റെ ആത്മാവാണ്. സാത്താൻ്റെ ആത്മാവ് അവളിൽ കയറിക്കഴിഞ്ഞു. ഇൻ്റർനെറ്റിലൂടെ മാതാപിതാക്കന്മാരറിയാതെ ഇത്രയും കാലം 10-25 വയസ്സും വളർത്തി ജോലിയാക്കി വിട്ട കാരണവന്മാരറിയാതെ ആലോചിക്കാതെ ഞാൻ ഇവനെ കെട്ടും എന്ന ബന്ധം ഇൻ്റർനെറ്റിലൂടെ അവർ പരസ്പരം മിണ്ടുകയും കാണുകയും തെറ്റായ സംസാരങ്ങളിൽ ഏർപ്പെടുകയും എല്ലാം ചെയ്തു കഴിഞ്ഞു. സാത്താൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. അവൾ പറയാണ്, ഇവനെ മാത്രമേ ഞാൻ കെട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചോ ആത്മഹത്യ. സാത്താൻ അകത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരോട് ഞാൻ ഇത് തന്നെ പറഞ്ഞു, നിങ്ങൾ 10 ദിവസത്തേക്ക് 1 മണിക്കൂർ വീതം ആരാധനയിൽ വസിക്കുക. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, കരിയാടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയിലോ അതുപോലെ തന്നെ വെണ്ടാമടം ചില സ്ഥലങ്ങളിൽ കുർബാന എഴുന്നള്ളിച്ചിട്ടുള്ള ആരാധനയിലോ അവരോടും എഴുതി കൊടുക്കുക പ്രാർത്ഥിക്കാനായിട്ട്. അവർ കരിയാടി എന്ന് എഴുതി കൊടുത്തു. അവർ 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ കാരണവന്മാർ എൻ്റെ മുറിയിലേക്ക് വന്നു. അവളുടെ ആത്മഹത്യ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആ മകളുടെ ചേച്ചിയുടെ ഭർത്താവ് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, അവൾ അവിടെ ഉണ്ടെങ്കിൽ അവൾക്കും കൂടെ കൊടുക്കാൻ പറഞ്ഞു. സംസാരിച്ചു. അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചതായിട്ട് അറിയിച്ചു. 10 ദിവസം വിശുദ്ധ കുർബാനയിലിരുന്ന് കാർന്നോന്മാര് അപ്പനും അമ്മയും പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി മൗന ആരാധനയിൽ വസിച്ചപ്പോൾ ഇതാ അവരിൽ പരിശുദ്ധാത്മാവ്, വിദേശത്ത് കഴിയുന്ന മകളിൽ പരിശുദ്ധാത്മാവ്, അത്ഭുതങ്ങൾ അരങ്ങേറുന്നു. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയ്ക്കുള്ള ആരാധന. ജീവിക്കുന്ന ദൈവം വിശുദ്ധ കുർബാനയിലുണ്ട്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നിങ്ങൾ എന്നെ ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. എൻ്റെ നാമത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ആ ശരീരത്തിൽ നിങ്ങൾ പാപം ചെയ്യരുത്. മദ്യപാനം, മ്ലേച്ഛപാപം, ധനദുർമോഹം, ഇവയ്ക്കൊന്നും നിങ്ങൾ അടിമപ്പെടരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് കേവലം സൗഖ്യം നൽകൽ മാത്രമല്ല, ആ സൗഖ്യം കിട്ടിയ സൗഖ്യാനുഭവം മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പോഴും പിന്നീട് അവസരം കിട്ടുമ്പോഴും നമ്മൾ സാക്ഷ്യപ്പെടുത്തണം. എന്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള സാക്ഷീകരണം നമ്മൾ നടത്തുക? യേശു ക്രിസ്തു മരിച്ചുയർത്തവൻ നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്നു, വചനത്തിൽ ജീവിക്കുന്നു. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നിടത്ത് യേശു കടന്നു വരുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പലസ്തീനായില് എങ്ങനെ രോഗശാന്തി കൊടുത്തോ അതേ ദൈവം, എങ്ങനെ അത്ഭുതം പ്രവർത്തിച്ചോ അതേ ദൈവം നമ്മളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടും രോഗശാന്തി വർഷിച്ചുകൊണ്ടും നമ്മളോടൊപ്പമുണ്ട്. 2 കൈകളും ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആനന്ദിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം ദൈവത്തിൻ്റെ നാമമാണ്. എല്ലാ മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി കുരിശിൽ തൂങ്ങി മരിച്ച് ഉയർത്തവന്റെ നാമമാണ്. മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും നിരീശ്വരവാദികളുടെയും ദൈവമില്ല എന്ന് പറയുന്നവരുടെയും യുക്തിവാദികളുടെയും എല്ലാവരുടെയും പാപം വഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശു കാൽവരി കുരിശിൽ പീഡ അനുഭവിച്ച് മരിച്ചത്. അതിനാൽ യേശുവിൻ്റെ നാമം വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആരെല്ലാം ആവർത്തിച്ചു പറഞ്ഞാലും പൈശാചിക പീഡ വിട്ടുപോകും. പരിശുദ്ധാത്മാവ് വന്നു നിറയും, ദൈവസ്നേഹം വന്നു നിറയും, സ്വാർത്ഥത വിട്ടുമാറും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.
ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയുന്ന ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം. അത് നമ്മുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേർക്ക് മനസ്സിലാവില്ല, വിശ്വാസം തോന്നുകയില്ല. അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ചിട്ട് അത് സാക്ഷ്യപ്പെടുത്താൻ പറയുന്നത്. ഗലാത്യർ 1:10 ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകുമായിരുന്നില്ല. ഗലാത്യർ 1:10 ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണോ? ആണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസൻ ആകുമായിരുന്നില്ല. അപ്പോൾ ആരെയാണ് നമ്മൾ പ്രസാദിപ്പിക്കേണ്ടത്? ആരെയാണ്? ദൈവത്തെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രസാദിപ്പിക്കണം. അവിടുന്ന് ആവശ്യപ്പെടുന്നത് ചെയ്യണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവക്കാരത്തി സ്ത്രീ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടു. അവളുടെ രക്തസ്രാവം നിന്നു. ഈശോ അവിടെ നിന്ന് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? വലിയ ജനക്കൂട്ടം 4 വശത്തുനിന്നും ഈശോയെ തൊടുന്നുണ്ട്. പക്ഷെ ഈശോയുടെ വസ്ത്രത്തിന്റെ അറ്റത്ത് തൊട്ട ആ സ്ത്രീ തൊട്ടപ്പോൾ ശക്തി പുറപ്പെട്ടു. അത് വിശ്വാസത്തിന്റെ തൊടലായിരുന്നു. 12 വർഷമായിട്ട് രക്തസ്രാവ പീഡ കൊണ്ട് തനിക്കുള്ള സ്വത്തെല്ലാം ചികിത്സയ്ക്കായി ചെലവഴിച്ച് ദരിദ്രയായി തീർന്ന ആ സ്ത്രീ ആരോ പറഞ്ഞു കേട്ട് ഈശോയുടെ അടുത്തേക്ക് വന്നു. ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ രക്തസ്രാവം നിന്നു. ഈശോ പറഞ്ഞു, ആരോ എന്നെ തൊട്ടു, ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവൾ ഭയന്ന് വിറച്ച് പറഞ്ഞു, കർത്താവേ, ഞാൻ തന്നെയാണ് തൊട്ടത്. ഈശോ അവളെ മകളെ എന്ന് വിളിച്ചു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൾ രക്ഷയിലേക്ക് വന്നു. യേശു അവളുടെ രക്ഷകനായി തീർന്നു, അവളുടെ നാഥനായി തീർന്നു, അവളുടെ സർവസ്വമായി തീരുന്നു. ആ വലിയ ജനക്കൂട്ടത്തിൽ എല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസം അവളിൽ പ്രവർത്തിച്ചു. ദൈവശക്തി അവളിലേക്ക് ഒഴുകി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുവാൻ 58 പേർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരിൽ ചിലരുടെ രോഗം 10 കൊല്ലത്തിലധികം വേദനയൊക്കെ സഹിച്ചവരാണ് അവര്. എന്നിട്ട് ഒരുപാട് ചികിത്സയും കഴിഞ്ഞ് കാണും. ഇപ്പോൾ സുഖപ്പെട്ടു. 10 കൊല്ലത്തിൽ അധികം വേദന ഉണ്ടായിരുന്നു, ഇപ്പോൾ സുഖപ്പെട്ടു. അവർ കൈപൊക്കുകയും 10 കൊല്ലത്തിലധികം ഉണ്ടായിരുന്ന വേദന സുഖപ്പെട്ടവർ 24 പേരാണ്. എല്ലാവരും ഒന്ന് നന്നായിട്ട് കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും 25 കൊല്ലത്തിലധികം വേദന സഹിച്ചിട്ട് ഇപ്പോൾ സുഖപ്പെട്ടോ? കൈപൊക്കിക്കേ. 25 കൊല്ലത്തിലധികം സഹിച്ചവര് അവരൊന്ന് കൈവീശി കാണിച്ചേ. 25 കൊല്ലത്തിലധികം 2, 4, 6, 8, 10, 12, 13 പേര്. നന്നായിട്ടൊന്ന് കൈയടിച്ച് എല്ലാവരും കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും അവിടുന്ന് തടവുകാരെ വഹിച്ചുകൊണ്ട് പോയി സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവർക്ക് അവിടുന്ന് വരങ്ങൾ നൽകി. ഇപ്രകാരം കുറെ നാള് രോഗപീഠയും അസ്വസ്ഥതയും സഹിച്ചവർക്ക് രോഗശാന്തി വരം കൊടുക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ മറ്റനേകർക്ക് സൗഖ്യം കിട്ടാൻ, അവർ വചനം പങ്കുവയ്ക്കുമ്പോൾ മറ്റനേകർക്ക് ആന്തരിക സൗഖ്യം കൊടുക്കുന്ന ആന്തരിക സൗഖ്യ വരം കൊടുക്കും. പ്രേക്ഷിത തീഷ്ണത കൊടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകും. ഒട്ടനവധി വരങ്ങൾ നൽകും. അങ്ങനെ നൽകുന്ന ഒരു വരമാണ് മധ്യസ്ഥ പ്രാർത്ഥനാ വരം. സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, മറ്റനേകായിരങ്ങൾക്ക് വേണ്ടി സ്നേഹത്തോടെ മനസ്സലിവോടെ ഞങ്ങളെപ്പോലെ രോഗപീഠയുള്ളവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, കഷ്ടതയുള്ളവര്, അവർക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളും അവരും അനേകായിരങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, പാപമോചനം ലഭിക്കട്ടെ, ദൈവസ്നേഹം നിറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അനേകായിരങ്ങളിലേക്ക് നമുക്ക് കിട്ടുന്ന കൃപ കടന്നു ചെല്ലും. അങ്ങനെ അനേകായിരങ്ങളുടെ കുടുംബം നവീകരിക്കപ്പെടും.
പാപം പിടിച്ചു മാറ്റപ്പെടും, പൈശാചികമായ തിന്മകൾ വിട്ടുപോകും, കുടുംബ നവീകരണം, വ്യക്തി ജീവിത നവീകരണം സംഭവിക്കും. സ്തുതിപ്പ് വഴി നമ്മളെപ്പോലെ കഷ്ടത അനുഭവിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി സന്തോഷത്തോടെ മധ്യസ്ഥം വഹിച്ച് സ്തുതിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന വരം അനേകം പേർക്ക് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലിൽ ആണി രോഗം ഉണ്ടായിരുന്നു. കാല് നിലത്ത് കുത്താനൊക്കെ പാട്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നവരെന്ന് കൈമുക്കിയേ. ആണി രോഗം ആരെയോ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഗർഭാശയ രോഗം ആരെയോ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൂടെ നീ ഏറ്റു പറയുക. മലാക്കി 4:2. മലാക്കി 4:2. നിങ്ങൾ അവിടെ വന്നിരിക്കുന്നവര് അങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുക, അങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുക. കൈകൾ ഉയർത്തി ഒന്ന് കൈവീശുക. ഈ വചനം എല്ലാ അവിടെ ഇരിക്കുന്നവരും കൈ ഉയർത്തണം. കൈ ഉയർത്തി ഈ വചനം ഏറ്റു പറയുക. കൈ ഉയർത്തി പിടിച്ചാൽ മതി, കൈ ഉയർത്തി പിടിച്ചാൽ മതി. മലാക്കി 4:2. എല്ലാവരും പറഞ്ഞേ. 4:2. അല്പം കൂടി ഉറക്കെ പറഞ്ഞേ. മലാക്കി 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, നീതി സൂര്യൻ ഉദിക്കും. നിങ്ങളുടെ ഹൃദയ മനസ്സുകളിൽ, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ, നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് വന്നു നിറയും, വന്നു നിറയും. എന്റെ നാമത്തെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന, ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ നാമത്തെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, നീതി സൂര്യൻ ഉദിക്കും. അതിന്റെ ചിറകുകളിൽ, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്, സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന്, തൊഴുത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന, ഇറങ്ങി വരുന്ന പശുക്കുട്ടി എന്ന പോലെ, പശുക്കുട്ടി എന്നതുപോലെ നിങ്ങൾ, നിങ്ങൾ തുള്ളിച്ചാടും, തുള്ളിച്ചാടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് തുള്ളിച്ചാടുന്ന അനുഭവം നമുക്ക് തരാൻ കർത്താവ് പദ്ധതിയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സമ്മതമാണോ? ഇവിടെ വന്നിരിക്കുന്നവർക്ക് അവരുടെ സീറ്റുകളിലേക്ക് പോകാം. നിങ്ങൾക്ക് സമ്മതമാണോ? പശുക്കുട്ടിയെ, അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ട് നല്ല നിറഞ്ഞ് കവിഞ്ഞ് തുള്ളിച്ചാടുന്ന പശുക്കുട്ടിയെ പോലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നിറഞ്ഞ് തുള്ളിച്ചാടാൻ സമ്മതമാണോ? നിറഞ്ഞു കവിയാൻ. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരുപാട് രോഗങ്ങളും കഷ്ടതകളും എല്ലാം മാറിപ്പോകും. അപ്പോൾ വീസ തടസ്സമുള്ള ഒരാളുടെ കർത്താവ് വീസ തടസ്സം മാറ്റുന്നു. അതിൻ്റെ വകുപ്പ് എന്താണെന്ന് പറയാവോ? മത്തായിയുടെ സുവിശേഷം 6:33. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ദൈവവചനം കേൾക്കുവാൻ, ദൈവ തിരുവിഷ്ടം അന്വേഷിക്കുവാൻ, ദൈവ സ്വരം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ പാദാന്തികത്തിലിരിക്കാൻ നമ്മൾ കടന്നു വന്നപ്പോൾ ജോലി തടസ്സം, വീസ തടസ്സം, ഇതെല്ലാം അത്യത്ഭുതകരമായ ദൈവിക ശക്തി കടന്നു വന്ന് മാറ്റിത്തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ മുഴയുള്ള 2 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. വീഴ്ച മൂലമുള്ള നടുവേദന കർത്താവ് സൗഖ്യം നൽകുന്നു. മെച്ചപ്പെട്ട കാഴ്ച ശക്തി നൽകുന്നു. ഹല്ലേലൂയ. അലർജി സംബന്ധമായ രോഗം സുഖപ്പെടുത്തുന്നു. വലതുകരമുയർത്തി മലാക്കി 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ സൗഖ്യമുണ്ട്. തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ എന്ന പോലെ നിങ്ങൾ തുള്ളിച്ചാടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപവും നമ്മുടെ രോഗവും വഹിച്ചുകൊണ്ട് ലോകം മുഴുവൻ്റെയും മനുഷ്യരാശി മുഴുവൻ്റെയും പാപവും രോഗവും ദുഃഖവും വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അവനേറ്റ അടികളാൽ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു.
ഓരോ അത്ഭുത രോഗശാന്തിയും മനസാന്തരവും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടുന്ന് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയും രോഗപീഠകളും വഹിച്ചുകൊണ്ട് കുരിശിലേറി. ഹല്ലേലൂയ. അവന്റെ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യെശയ്യ 53:5. എല്ലാവരും പറഞ്ഞേ, യെശയ്യ 53:5. അവന്റെ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവന്റെ അടികളാൽ, അവനേറ്റ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. വലതുകരം ഉയർത്തി, അവനേറ്റ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അവനേറ്റ അടികളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 1 പത്രോസ് 2:24. എല്ലാവരും പറഞ്ഞേ, 1 പത്രോസ് 2:24. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.